ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല വെട്ടമുണ്ട്, ഇന്ന് നല്ല സണ്ണുണ്ട്. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഞങ്ങൾ ഒന്നൊരു ഷോപ്പിംഗ് വ്ളോഗ് ചെയ്യാനാണ്. ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിലോട്ടാണ്. നമ്മൾ ഇവിടെ സ്റ്റുട്ട്ഗാർട്ടിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റോറിലാണ് വരുന്നത്. സംഭവം ശരിക്കും ഒരു ചെറിയ ഷോപ്പാണ് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോർ, പക്ഷെ ഭയങ്കര സംഭവം അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് വേറെ ഒരുപാട് ഇന്ത്യൻ ഷോപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാവരും വരുന്ന ഇന്ത്യൻ ഷോപ്പാണ്. അതൊരു വലിയ സംഭവമാണെന്ന് പറയാൻ കാരണം ഞങ്ങൾ നേരത്തെ ഇവിടുന്ന് ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ ഡിസ്റ്റൻസിലുള്ള സ്ഥലത്തായിരുന്നു നേരത്തെ താമസിച്ചത്. അപ്പൊ അവിടെ വെച്ചിരിക്കുന്ന ഓണത്തിന്റെ സമയത്തായിരുന്നു തോന്നുന്നു ഈ ഇന്ത്യൻ പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് ഈ കട അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് എന്താ പറയട്ടെ, ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. കാരണം എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പിന്നെ സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഉള്ള ഒരു പ്രശ്നം ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ഭയങ്കര കുഞ്ഞാണ്. പക്ഷെ ഡിമാൻഡ് അത് ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്ന് ആ കടയിൽ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ഷോപ്പും അവിടുത്തെ സാധനങ്ങളും അവിടുത്തെ സാധനങ്ങളുടെ വിലയും എല്ലാം നിങ്ങൾക്കും കാണിച്ചു തരാന്ന്. അങ്ങനെയാണ് ഇന്ന് ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് സാധനങ്ങളുടെ എല്ലാ വിലയും എല്ലാം കാണിക്കാൻ മാക്സിമം ശ്രമിക്കാം. പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളും എല്ലാം പറയാവേ. അപ്പൊ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ഷോപ്പ് കണ്ടാലോ? ലെറ്റ്സ് ഗോ. നോർമലി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാറുള്ളത് ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. നമ്മൾ മാസത്തിൽ ഒരിക്കൽ മാത്രമായിരിക്കും കൂടുതലും ഇന്ത്യൻ ഷോപ്പിങ്ങിന് പോകാറുള്ളത്. വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാനുള്ള മടി കൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടും നേരെ ഓഫീസിൽ നിന്ന് ഇന്ത്യൻ ഷോപ്പിലേക്ക് പോവുകയാണ്. കാണുമ്പോൾ ഒരു വലിയ ഷോപ്പായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും സ്റ്റുട്ട്ഗാർട്ടിലെ ഇന്ത്യക്കാർ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഷോപ്പാണ് ഇത്. ഇന്ത്യക്കാർ മാത്രമല്ല കേട്ടോ, ജർമ്മൻകാരും ഇവിടെ ഷോപ്പിങ്ങിന് വരാറുണ്ടെന്ന് പറയുന്നതാണ് സത്യം. എന്ന് കരുതി സ്റ്റുട്ട്ഗാർട്ടിലുള്ള ഒരേ ഒരു ഇന്ത്യൻ ഷോപ്പ് ഒന്നും അല്ല കേട്ടോ ഇത്. നമ്മൾ അങ്ങനെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒട്ടും വൈകാതെ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങിയാലോ? ഇവിടെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സാധനങ്ങളൊക്കെ തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മളിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എവിടേക്കാണ് ഇരിക്കുന്നതെന്ന് ഒരു ബോധ്യം നമുക്കുണ്ട്. നാട്ടിൽ കിട്ടാറുള്ള മിക്ക ടൈപ്പ് ബിസ്ക്കറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. 50-50 ബിസ്ക്കറ്റും ആരോറൂട്ട് ബിസ്ക്കറ്റും മാരിഗോൾഡ് ബിസ്ക്കറ്റും അങ്ങനെ മിക്ക ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ്. ബിസ്ക്കറ്റ് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ, ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. ഇതുപോലുള്ള സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് വാങ്ങണേൽ നാട്ടിൽ കൊടുക്കുന്നതിൽ 2-3 ഇരട്ടി പൈസയൊക്കെ നമ്മൾ ഇവിടെ ചിലവാക്കേണ്ടി വരുവേ. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. നാട്ടിലെ സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ പൈസയും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ. ഞാൻ ഇന്ത്യൻ ഷോപ്പിൽ വന്നാൽ മിക്കപ്പോഴും എടുക്കാറുള്ള ഒരു ഐറ്റമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. 200 ഗ്രാമിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് 1.50 യൂറോസ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. എല്ലാ അച്ചാറുകളും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കേരള സ്റ്റൈലായിരിക്കത്തില്ല എല്ലാം, കുറച്ച് ഹിന്ദി സ്റ്റൈല് ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ. ഉപ്പേരി, മുറുക്ക്, മിക്സ്ചർ അതുപോലെയുള്ള സ്നാക്സിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് ഇത്. നമ്മളിവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. നാരങ്ങ, മാങ്ങ അങ്ങനെ പലതരത്തിലുള്ള അച്ചാറുകളും ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം 3 യൂറോസൊക്കെ ആയിരിക്കും റേറ്റ് ആയിട്ട് വരുന്നത്. ഇനി കാണുന്നതെല്ലാം പലതരം മസാല പൗഡറിൻ്റെ സെക്ഷനാണ്. ബിരിയാണി മസാല, ചിക്കൻ മസാല, ഫിഷ് മസാല അങ്ങനെ നമുക്ക് വേണ്ട മിക്ക മസാല പൗഡേഴ്സും നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടേ. 150 ഗ്രാമിൻ്റെ ഒക്കെ ഈ പാക്കറ്റിന് 2 യൂറോയ്ക്കാണ് റേറ്റ് ആയിട്ടുണ്ടാവുന്നത്. മസാല പൗഡേഴ്സ് മാത്രമല്ല കേട്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശ മിക്സ് അതുപോലുള്ള കുറേ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. പണ്ട് ഇവിടെ നിന്ന് ഞാൻ സ്ഥിരം വാങ്ങിക്കാറുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇൻസ്റ്റൻറ്റ് ദോശ മിക്സ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല കേട്ടോ, അരിയും ഉഴുന്നും ഒക്കെ അടിച്ച് നാടൻ രീതിയിലാണ് നമ്മൾ ദോശ ചുടാറുള്ളത്. ദോശ ഉണ്ടാക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് അരയ്ക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഓർക്കുന്നത് കൂട്ടത്തിൽ അരയ്ക്കാൻ ചോറില്ല എന്നുള്ളത്. അങ്ങനെയുള്ള കേസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അവൽ വാങ്ങിച്ചത്. 1 കിലോയുടെ അവലിന് 1.70 യൂറോസ് ആയിരുന്നേ ആയിട്ടുണ്ടായിരുന്നത്. ഈ സെക്ഷനിലുള്ളത് പല ബ്രാൻഡ്സിൻ്റെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും റവയും പാലപ്പപ്പൊടിയൊക്കെയാണ്. ഉപ്പുമാവ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ വന്നാൽ എപ്പോഴും വാങ്ങിക്കാറുള്ളൊരു സാധനമാണ് റവ. ഞാൻ ഇന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. 1 കിലോയുടെ റവയ്ക്ക്
€3.30 ആയിരുന്നേ പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ബ്രാൻഡ് മസാല പൗഡേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മിക്ക മസാലകളുടെ ടേസ്റ്റും ഒരു നോർത്തേൺ സൈഡിലെ ഫുഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് തോന്നുന്നത്. കാരണം ഇതൊരു ഇന്ത്യൻ ഷോപ്പാണല്ലോ. കേരള ഷോപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം ബ്രാൻഡൊക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു കേരള സൂപ്പർ മാർക്കറ്റോ ഒന്നും തന്നെ അവൈലബിൾ അല്ല. നമുക്ക് ആകെയുള്ളത് ഈ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് മെയിൻലി വേണ്ട സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിക്കുന്നത്. നമ്മൾ പിന്നെ സ്ഥിരം ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് എടുക്കാറുള്ള 2 ഐറ്റമാണ്. ഒന്ന് പയറും മറ്റൊന്ന് കടലയും. രണ്ടിനും €3.6 ആയിരുന്നു 1 കിലോയ്ക്ക് ആയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് സാധനങ്ങളൊക്കെ തപ്പി കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു സമയം പോയി കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത്യാവശ്യം വേണ്ട എല്ലാ പൗഡേഴ്സും കിട്ടുവേ, കായം ഇതെല്ലാം തന്നെ കിട്ടും. ഇതിൻ്റെയൊക്കെ റേറ്റും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കായപ്പൊടിയൊക്കെ എനിക്ക് ഇവിടുന്ന് വാങ്ങിച്ചപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു കായപ്പൊടിയുടെ ഫ്ലേവർ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പം നോർമലി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കായപ്പൊടിയും ഇങ്ങനത്തെ എല്ലാം വാങ്ങിയിട്ട് വരാറാണ് പതിവ്. ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുവരാനും പറ്റില്ല, ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനും പറ്റില്ല എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികൾ. ഈ മുരിങ്ങയ്ക്ക, കോവയ്ക്ക, വെണ്ടയ്ക്ക ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ തന്നെ വരേണ്ടി വരും. ജർമ്മൻ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ കൊച്ചുള്ളി എന്ന് പറയപ്പെടുന്നൊരു ഉള്ളി കിട്ടുമെങ്കിലും ശരിക്കുമുള്ള നമ്മുടെ നാട്ടിലെ കൊച്ചുള്ളി വാങ്ങിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണേ. ഞാൻ ഇവിടുന്ന് കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ എപ്പോഴും എടുക്കാറുള്ളതാണ്. രണ്ടിനും ഓരോ കിലോയ്ക്ക് €7 പ്രൈസ്. ഞാൻ 1 കിലോ ഒന്നും വാങ്ങാറില്ല കേട്ടോ, ഒരു ഇച്ചിരിയാണ് രണ്ടും വാങ്ങിയിരുന്നത്. നമ്മുടെ നാട്ടിൽ പറമ്പിൽ നിൽക്കുന്ന കറിവേപ്പിലയുടെയൊക്കെ വില അറിയണമെങ്കിൽ ശരിക്കും നമ്മൾ ഇവിടെ വരണം. കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും ഒക്കെ നമുക്ക് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക തരം പച്ചക്കറികളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ വട്ടം നമ്മളിവിടെ വന്നപ്പോൾ നാട്ടിലെ ഓമയ്ക്കയും കൂമ്പും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നേ. ഇതൊന്നും എപ്പോഴും ഇവിടെ കാണാറില്ല കേട്ടോ. എന്തായാലും ഇതുപോലുള്ള ഷോപ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നാട്ടിലെ ഇതുപോലുള്ള സാധനങ്ങളൊന്നും നമുക്ക് മിസ് ചെയ്യാതെ ഇവിടെയും കിട്ടും. നാട്ടിലാവുമ്പം ഒരു വിലയില്ലാതെ നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന സാധനങ്ങൾക്ക് ഇവിടെ നല്ല വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കേണ്ടി വരുന്നത്. നാട്ടിൽ നിന്ന് മാറി ജീവിച്ചു ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ വില മനസ്സിലായത്. വീക്കെൻഡ്സ് ആണ് നമ്മൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ടൊക്കെ വരുന്നതെങ്കിൽ മിക്കവാറും എല്ലാം കാലിയായിട്ടുണ്ടാവുകയെ. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വീക്ക് ഡേയിൽ തന്നെ ഷോപ്പിങ്ങിന് വരാമെന്ന് കരുതിയത്. ഏത്തക്കായും മൊന്തങ്കായും ഒക്കെ ഇവിടെ കിട്ടുമെങ്കിലും അതൊന്നും അത്ര നല്ലതായിരിക്കണമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പം കൂടുതൽ പഴുത്തതും പഴുക്കാത്തതും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്ത ആഴ്ച നമ്മൾ വീട്ടിൽ കാണാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം പച്ചക്കറി ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇതാണ് ഫ്രോസൺ ഐറ്റംസിൻ്റെ സെക്ഷൻ. നമ്മുടെ കേരള സ്റ്റൈൽ കുക്കിങ്ങിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമല്ലേ തേങ്ങ. അത് വാങ്ങിക്കാനാണ് മെയിനായിട്ട് ഞങ്ങൾ മിക്കപ്പോഴും ഇന്ത്യൻ സ്റ്റോറിൽ വരാറുള്ളത്. നമുക്കിവിടെ ഇങ്ങനെ ഗ്രേറ്റഡ് കോക്കനട്ടിൻ്റെ പാക്കറ്റ്സ് കിട്ടുവേ. 400 ഗ്രാമിൻ്റെ ഈ പാക്കറ്റിന് €4.20 ആണ് റേറ്റ് ആവുന്നത്. നേരത്തെ ഇതിന് €3.50 ആയിരുന്നു പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്തോ ഇതിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സമോസയും വട്ടയപ്പവും ഇലയടയും ഉണ്ണിയപ്പവും ഒക്കെ നമുക്കിങ്ങനെ ഫ്രോസൺ ആക്കിയത് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുമേ. ഇതൊന്നും മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഫ്രോസൺ ആക്കിയത് നമുക്കിവിടെ തന്നെ കിട്ടും. നോർമൽ കപ്പ ഇവിടെ അവൈലബിൾ ആണെങ്കിലും അതിൽ കേടുണ്ടോ എന്നുള്ള സംശയത്തിൽ നമ്മൾ മിക്കവാറും ഫ്രോസൺ കപ്പയാണ് വാങ്ങിക്കാറുള്ളത്. ആ ഒരു പാക്കറ്റ് കപ്പയ്ക്ക് €3.60 ആയിരുന്നേ ആയിട്ടുണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ ബിരിയാണി മസാലയാണ്, €2. പക്ഷേ ഇതിന് ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് വാങ്ങിക്കാറില്ല. നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ബിരിയാണി മസാല ആയിട്ടായിരുന്നു വന്നത്. പിന്നെ ഞാനിവിടുന്ന് ഒരു അരിപ്പൊടിയും ഉഴുന്നും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഉഴുന്നിന് 1 കിലോയ്ക്ക് €3.70 ആയിരുന്നേ പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത്. ഏകദേശം നമുക്കിവിടെ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ റേറ്റ് എത്രയാണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന മിക്ക സാധനങ്ങളും ഇവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റുമേ. ചിലതിനൊക്കെ പൈസ കുറച്ച് കൂടുതൽ കൊടുക്കണമെന്നും മാത്രമേ ഉള്ളൂ. ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ പറ്റുമേ. അതിനുള്ള ഒരുപാട് വെബ്സൈറ്റും അവൈലബിൾ ആണ്.
അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിക്കവാറും മാസത്തിൽ ഒരിക്കലാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരാറുള്ളത്. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കില്ലായിരുന്നു, എന്നിട്ടും ഭയങ്കര ആളായിരുന്നു. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റിയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ സാധനങ്ങളുടെ പ്രൈസ് ഒക്കെ കാണിച്ചു തരാവേ. ഈ ഇന്ത്യൻ സ്റ്റോറിൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഫോയർബാഹ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഇന്ത്യൻ സ്റ്റോർ ഉള്ളത്. നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വരാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയേക്കാം. ഈ സാധനങ്ങളൊക്കെ ആയിരുന്നേ നമ്മളപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ എപ്പോഴും ഇന്ത്യൻ ഷോപ്പിൽ പോകുമ്പം വാങ്ങാറുള്ള സാധനങ്ങൾ തന്നെയാണ്. ഈ ഒരു തന്തൂരി നാൻ മാത്രം ഫസ്റ്റ് ട്രൈക്ക് വേണ്ടി വാങ്ങിയതാണ്. നോർമലി നമ്മൾ വാങ്ങാറുള്ളത് ഫ്രോസൺ പൊറോട്ട ആയിരുന്നു. ഇന്ന് അതില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു നാൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയേ. ഞങ്ങൾ ഇത്രയും സാധനം വാങ്ങിച്ചപ്പോൾ നമുക്ക് 42 യൂറോയാണ് ആയത്. ഇതൊക്കെ നമ്മൾ മിക്കവാറും നോർമലി വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. എപ്പോഴും വാങ്ങിക്കാത്തതായിട്ട് വാങ്ങിച്ചത് ഈ ഒരു ഗാർലിക് നാൻ. ഇത് നമ്മൾ എപ്പോഴും വാങ്ങിക്കാറില്ല. ഇതിന് പകരം നമ്മൾ മിക്കവാറും വാങ്ങിക്കാറ് ഫ്രോസൺ പൊറോട്ടയാണ്. അത് പക്ഷെ നല്ലതാണ്, ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുമുണ്ട്. ഇന്ന് എന്നപ്പോൾ പൊറോട്ട അവിടെ ഇല്ലായിരുന്നു. പകരം ഈ നാനാണ് വാങ്ങിച്ചത്. ഈ ഒരു പാക്കറ്റിന് 10 യൂറോ ആയിരുന്നു വിലയായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ വട്ടം ഇത് ട്രൈ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങൾ. അപ്പൊ അത്രേ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗ്. അപ്പൊ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ.